ഇന്ന് നമ്മൾ പുറത്ത് പോയപ്പോൾ സുടുക്കുവിന് പുറത്തുനിന്ന് KFC കഴിക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്താണ് നമ്മൾ വാർത്തയിലൊക്കെ ഫുഡ് ഇൻഫെക്ഷനും കാര്യങ്ങളായിട്ട് ഓരോ മരണങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടത്. അപ്പോൾ ആ ഒരു പേടി കാരണം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഒരു ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ ലാവിഷായിട്ട് വീട്ടിലുണ്ടാക്കി കഴിക്കാമെന്ന്. അപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല, ഒരു കണക്കിന് സുടുക്കുവിനെ പറഞ്ഞ് സെറ്റാക്കി ഒരു ചിക്കനെ വാങ്ങിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോന്നു. എന്നിട്ട് ആ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ആദ്യമേ തന്നെ നമ്മൾ കുറച്ച് വിനാഗിരി, അതേപോലെ തന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തേച്ച് ഇതിനെ നമുക്ക് ഒരു അരമണിക്കൂർ നന്നായി മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതേപോലെ തന്നെ ഇതിൽ മുട്ടയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല. കാരണം മിക്കവർക്കും മുട്ടയുടെ ഫ്ലേവർ വരുന്നതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ചിലർ മുട്ടയൊക്കെ ചേർത്ത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിതിൽ മുട്ടയൊന്നും ചേർക്കാണ്ടാണ് ചെയ്യുന്നത്. ഇനി ഇതിനെ നന്നായി കൈവച്ച് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നെക്സ്റ്റ് പരിപാടി, ഒരു പാത്രത്തിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് വീണ്ടും നമുക്ക് കുറച്ച് ഗരം മസാല, അതേപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് ഒരു നുള്ള് കുരുമുളക് പൊടി, കുറച്ച് വിനാഗിരി, പിന്നെ കുട്ടികൾക്കായ കാരണം ഞാൻ എരിവ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളൊരു നമ്മളെടുക്കുന്ന ചിക്കൻ അനുസരിച്ച് എരിവ് കൂട്ടി കൊടുക്കാം. പിന്നെ ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടി, നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഈ ഒരു തരത്തിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറയും കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലേ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്രിസ്പി ഫീലിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ കൂടി നന്നായി മിക്സ് ആവുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. വെള്ളത്തിലല്ല നമ്മളിത് മിക്സ് ആക്കി എടുക്കുന്നത്, പാലൊഴിച്ചിട്ടാണ്. സാധാ പശുവും പാലാട്ടോ, തിളപ്പിച്ച പാലൊന്നുമല്ല, പച്ചപ്പാലാണ്. അപ്പോൾ ആദ്യം വെച്ചത് കുറവായി കാരണം നമ്മളിത് ഇതിലേക്ക് വീണ്ടും കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ ബജിയുടെ മാവൊക്കെ റെഡിയാക്കില്ലേ, ആ ഒരു ഇതിൽ വേണം. അധികം കട്ടിയല്ല, അധികം ലൂസും അല്ലാത്തൊരു രീതിയിൽ കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ പീസ് നമുക്കിതിൽ മുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു അരിപ്പ വെച്ച് ഒരു 2 പ്രാവശ്യമൊക്കെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ടീസ്പൂൺ വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ ചിക്കനിൽ നല്ല രീതിയിൽ മസാല പിടിച്ച് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിനി നമ്മുടെ മാവിലേക്ക് മുക്കുക. അങ്ങനെ തന്നെ നമ്മുടെ മൈദാപ്പൊടി മിക്സ് ആക്കിയില്ലേ, അതിലേക്ക് മുക്കുക. വീണ്ടും നമ്മുടെ മാവിലേക്ക് തന്നെ ഇതിനെ ഇട്ട് കൊടുക്കുക. ഒരു പ്രാവശ്യം കൂടി മൈദ മിക്സിലേക്ക് മുക്കിയിട്ട് നന്നായി ചിക്കൻ്റെ പീസിനെ കുടഞ്ഞെടുക്കണം നമ്മൾ. അപ്പോഴാണ് ശരിക്കും ആ KFCയുടെ പുറത്തുള്ള ആ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവമില്ലേ, അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല, ആ ഒരു ഇത് വരുള്ളൂ കേട്ടോ. കണ്ട കുടയുമ്പോൾ എത്രമാത്രം കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഇതിനെ നമ്മൾ ഡയറക്റ്റ് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആക്കണത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് എല്ലാം ആക്കി പാത്രത്തിൽ നിരത്തി വെച്ചപ്പോൾ അടിഭാഗം ഇങ്ങനെ പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ആയിട്ടാണ്. അപ്പോൾ ഒരു സൈഡ് കറക്റ്റായി വന്നില്ല, അതുകൊണ്ടാണ് ആക്കിയപ്പോൾ തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള എല്ലാത്തിനെയും ഞാൻ ഇതേപോലെ ചെയ്ത് ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു സൈഡും മുരിയുമ്പോൾ നമുക്കിതിനെ മറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ പതുക്കെ തീ സിമ്മിലിട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഉള്ളിലെ ചിക്കനൊക്കെ വെന്ത് അതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു തരത്തിൽ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും, ഒട്ടും ഹാർഡൊന്നുമില്ല. കാരണം നമ്മൾ വിനാഗിരിയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച കാരണം കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഉണ്ടാവുക. കണ്ട
അപ്പോൾ ആ കളറും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ അതേ കളറും കാര്യങ്ങളൊക്കെ ഇല്ലേ. അപ്പം എത്രമാത്രം കറക്റ്റായിട്ട് വീഡിയോയിൽ കാണുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ തന്നെ ഉണ്ട് നേരിൽ കാണാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ട ആ പുറം ഭാഗമൊക്കെ കണ്ട നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ സുടുക്ക് ഇടയ്ക്ക് വന്നിട്ട് അമ്മ ചിക്കൻ റെഡിയായി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിനെ കോരി മാറ്റേ വേണ്ടൂ. അങ്ങനെ കാത്തിരുന്ന ക്ഷമ നശിച്ച സുടുക്കുവിൻ്റെ ഫ്രണ്ടിലേക്ക് ഇതേ ചിക്കൻ ഫ്രൈ ആയിട്ട് ഞാൻ പോവാട്ടോ. നല്ല സോസും മയോണൈസും കൂട്ടി ഇത് കഴിക്കുക. അപ്പോൾ മയോണൈസൊക്കെ അവരവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പരമാവധി കഴിക്കുക കേട്ടോ. മയോണൈസിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല ഒരിഞ്ഞ പീസ് കഴിക്കാനായിട്ട് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഞാൻ അവർക്ക് കൊടുത്തിട്ട് പറയാം കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കുഞ്ഞാറ്റ ഇങ്ങനെ സോസൊക്കെ മുക്കി കഴിച്ച് സൂപ്പറാന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചോളടുത്ത് കുഞ്ഞാറ്റ എങ്ങനെയുണ്ട് കഴിക്കാമെന്ന്. അപ്പോൾ സുടുക്കും അതേപോലെ തന്നെ അവന് ലെഗ് പീസാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ സൂപ്പറാണ്, കിടിലനാണെന്നൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ കേട്ടോ.